ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗുരുഭവനപുരിയിൽ ദർശനം നടത്തി. 71 കിലോഗ്രാം വെണ്ണ ഉപയോഗിച്ച് തുലാഭാര വഴിപാട് നടത്തി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടം. വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പറക്കോട് പീടികയിൽ വീട്ടിൽ 60 വയസ്സുള്ള മറിയം ബീവിയാണ് മരിച്ചത്. കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. 2.5 വയസ്സും 3 വയസ്സും പ്രായമുള്ള കുട്ടികളിലാണ് രോഗം കണ്ടെത്തിയത്. എറണാകുളം പാലാരിവട്ടത്ത് KSRTC മിന്നൽ ബസ് അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട ബസ് ഓടയിലേക്ക് തെന്നിയിറങ്ങി. രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. CJPക്കെതിരെ കേന്ദ്ര സർക്കാർ നീക്കം ശരിയല്ലെന്നും വേണുഗോപാൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി. പ്രത്യേക വഴിപാടുകളും സമർപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 71 കിലോഗ്രാം വെണ്ണ ഉപയോഗിച്ചുള്ള തുലാഭാര വഴിപാട് നടത്തി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിലും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി. പ്രത്യേക വഴിപാടുകളും സമർപ്പിച്ചു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നടത്തിയ പ്രധാന ക്ഷേത്ര സന്ദർശനങ്ങളുമായി ഇവ. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗുരുവായൂരപ്പനെ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം ക്ഷേത്രത്തിൽ വെണ്ണ ഉപയോഗിച്ചുള്ള തുലാഭാര വഴിപാടും നടത്തി. ഇതിനായി 71 കിലോഗ്രാം വെണ്ണയാണ് ഉപയോഗിച്ചത്. ക്ഷേത്രത്തിലെത്തിയ മുഖ്യമന്ത്രിയെ ക്ഷേത്രം അധികൃതർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയും ദർശനം നടത്തി. ക്ഷേത്രത്തിൽ ലഭിച്ച പ്രത്യേക സ്വീകരണത്തിന് ശേഷം വിവിധ വഴിപാടുകളിലും പങ്കെടുത്തു. മീനൂട്ട്, കദളിക്കുല സമർപ്പണം, 101 വെടിവഴിപാട്, വെള്ളിക്കുടത്തിൽ നെയ്യ് സമർപ്പണം തുടങ്ങിയ വഴിപാടുകളാണ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച നിരവധി പ്രവർത്തകരും ക്ഷേത്ര പരിസരങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. മുഖ്യമന്ത്രിക്കായി ഒരു കോൺഗ്രസ് നേതാവ് ശയന പ്രദക്ഷിണവും നടത്തിയതായും വിവരങ്ങളുണ്ട്. പത്തനംതിട്ടയിൽ നിയന്ത്രണം വിട്ട ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പറക്കാട് പീടികയിൽ വീട്ടിൽ 60 വയസ്സുള്ള മറിയം ബീവിയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ടയിൽ പറക്കോട്ടാണ് അപകടം നടന്നത്. പറക്കോട് പീടികയിൽ വീട്ടിൽ 60 വയസ്സുള്ള മറിയം ബീവിയാണ് അപകടത്തിൽ മരിച്ചത്. KP റോഡിൽ സ്കൂൾ ജംഗ്ഷന് സമീപം പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. റോഡിനോട് ചേർന്നാണ് മറിയം ബീവിയുടെ വീട്. സംഭവ സമയത്ത് വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ. നിയന്ത്രണം വിട്ട ലോറി പ്രദേശത്തെ ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത് വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ ഭിത്തി പൂർണ്ണമായും തകരുകയും മറിയം ബീവി ഇതിനിടയിൽപ്പെടുകയുമായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനായി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മറിയം ബീവിയെ പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 2.5 വയസ്സും 3 വയസ്സും പ്രായമുള്ള കുട്ടികളിലാണ് രോഗം കണ്ടെത്തിയത്. കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. 2.5 വയസ്സും 3 വയസ്സും പ്രായമുള്ള കുട്ടികളിലാണ് രോഗം കണ്ടെത്തിയത്. രോഗബാധിതരായ കുട്ടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. ഇരുവരുടെയും ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി പ്രദേശത്ത് പ്രത്യേക പ്രതിരോധ നടപടികളും ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിന്റെ ശുചിത്വം ഉറപ്പാക്കാനും മലിനമായ ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക, ഭക്ഷണം തയ്യാറാക്കുമ്പോഴും കഴിക്കുമ്പോഴും ശുചിത്വം പാലിക്കുക, കുട്ടികളിൽ വയറിളക്കം, പനി, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക എന്നിവയും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എറണാകുളം പാലാരിവട്ടത്ത് KSRTC മിന്നൽ ബസ് അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട ബസ് ഓടയിലേക്ക് തെന്നിയിറങ്ങി. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം നടന്നത്. എറണാകുളം പാലാരിവട്ടത്ത് KSRTC മിന്നൽ ബസ് അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട ബസ് ഓടയിലേക്ക് തെന്നിയിറങ്ങിയാണ് അപകടം. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്.
കന്യാകുമാരി പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC മിന്നൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് ഓടയിലേക്ക് തെന്നിയിറങ്ങുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഒരു വശം ചെരിഞ്ഞ നിലയിലായിരുന്നു വാഹനം നിന്നത്. അപകടത്തിൽ യാത്രക്കാർക്ക് കാര്യമായ പരിക്കുകളില്ലെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. കോക്രോച്ച് ജനതാ പാർട്ടി മൂവ്മെന്റിനെതിരായ കേന്ദ്ര സർക്കാർ നീക്കം ശരിയല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷമാണെന്ന് പറഞ്ഞ KC വേണുഗോപാൽ ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് ഉത്തരവാദി ആരാണെന്ന ചോദ്യവും ഉന്നയിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി മൂവ്മെന്റിനെതിരായ കേന്ദ്ര സർക്കാർ നീക്കം ശരിയല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷമാണെന്ന് പറഞ്ഞ KC വേണുഗോപാൽ ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് ഉത്തരവാദി ആരാണെന്ന ചോദ്യവും ഉന്നയിച്ചു. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോക്ഷമാണ് പ്രകടമാകുന്നത്. ഇത്തരം ആശയങ്ങളെ പോസിറ്റീവായി എടുക്കണമെന്നും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CJP മൂവ്മെന്റിനെ അടിച്ചമർത്താനല്ല ശ്രമിക്കേണ്ടതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില പ്രതിദിനം കുതിച്ചുയരുകയാണ്. വരാനിരിക്കുന്ന കാലം അതീവ ദുഷ്കരമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ആഘോഷങ്ങളിലും തിമിർപ്പിലുമാണ് പ്രധാനമന്ത്രി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പ്രധാനമന്ത്രി ഇറങ്ങേണ്ടത്, അല്ലാതെ പ്രതിഷേധിക്കുന്നവരെ തകർക്കാനല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ധന വില വർധനവ് പരിഹരിക്കുന്നതിന് ഒന്നിരുന്ന് ചിന്തിക്കാൻ പ്രധാനമന്ത്രി തയ്യാറല്ലെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി, അതുകൊണ്ട് ഒരു ഫലവുമില്ല. പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ രാജ്യത്തൊരു സർക്കാരില്ല. ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഈ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കണക്കാക്കുക, രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം ഇതുപോലെ ഉണ്ടായിട്ടില്ല. വിലക്കയറ്റം ഓരോ ദിവസം കഴിയുന്നതും താങ്ങാവുന്ന അപ്പുറത്തേക്കാണ് പോകുന്നത്. സർക്കാരിന് ഇതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു മാർഗങ്ങളുമില്ല. ആരാണ് ഉത്തരവാദി? ഈ ചെറുപ്പക്കാരെ ഇത്തരം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദി ആരാണ്? ആ ചർച്ചയല്ലേ രാജ്യത്ത് നടക്കേണ്ടത്, അതല്ലേ നടക്കേണ്ടതും. അപ്പോൾ അതിന് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അത് ശുദ്ധമായിട്ടുള്ള അസംബന്ധം. ഇവിടെ സ്വാഭാവികമായിട്ടും വന്നത് ഒരു അഭിപ്രായം നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലിന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്ന നിൽപ്പ് സഹിക്കാവുന്നതും അപ്പുറത്താണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പരാമർശം കൂടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ജനങ്ങളെ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന യുവജന രോഷമാണ് ഇപ്പോൾ നമ്മൾ പ്രകടമാകുന്നത്. അത് സർക്കാർ ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായി എടുക്കാൻ വേണ്ടത്. അതിനെ പോസിറ്റീവായി എടുത്ത് ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ വേണ്ടത്. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.